ഫുട്ബോൾ ലോകകപ്പ് ഇവിടെ ഇങ്ങനെ എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ആസ് എ ഫുട്ബോൾ ഫാൻ നമുക്കൊന്നും അംഗീകരിക്കാൻ പോലും സാധിക്കാത്ത വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കുറി മറ്റ് വേൾഡ് കപ്പുകളെ അപേക്ഷിച്ച് 48 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 3 രാജ്യങ്ങളാണ് ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വേൾഡ് കപ്പിന്. മാത്രമല്ല ഒരുപാട് ടൈറ്റ് കോമ്പറ്റീഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വേൾഡ് കപ്പിനെ മൊത്തത്തിൽ. പക്ഷേ ആസ് എ ഫുട്ബോൾ ഫാൻ നമുക്കൊന്നും അംഗീകരിക്കാൻ പോലും സാധിക്കാത്ത വാർത്തകളാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഇറാനുമായി സംബന്ധിച്ചാണ്. ഇറാൻ്റെ താരങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണമാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവർ കളിക്ക് വേണ്ടി അന്ന് രാജ്യത്തിലേക്ക് എത്തുക, കളി കഴിഞ്ഞ ഉടൻ രാജ്യം വിടുക, അങ്ങനെ എല്ലാ മത്സരത്തിലും. ഓക്കെ, അതവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അത്തരം ഓക്കെ. എന്നാൽ രണ്ടാമത്തെ കാര്യം, സൊമാലിയിൽ നിന്നുള്ള ഒമർ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആഫ്രിക്കൻ വൻകരയിലെ ഏറ്റവും മികച്ച റഫറിയുടെ വിസ അവർ നിഷേധിച്ചിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പിൻ്റെ ഫിഫ നൽകിയ ആ ലിസ്റ്റിൽ പോലും പേരുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തെയാണ് ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത്, ഇറാഖിൻ്റെ വൈസ് ക്യാപ്റ്റനായ ഐമൻ ഹുസൈൻ എന്ന് പറയുന്ന വൈസ് ക്യാപ്റ്റനായ സ്ട്രൈക്കറെ 7 മണിക്കൂറാണ് അമേരിക്കയുടെ മിലിറ്ററി ഇൻട്രോഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു രാജ്യത്തിൻ്റെ വൈസ് ക്യാപ്റ്റൻ പോലും ഇതൊരു അവസ്ഥ നേരിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്? തൻ്റെ രാജ്യത്തെ കളിച്ച് യോഗ്യത നേടിക്കൊണ്ട് ആ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കളിക്കാൻ വരുന്ന ഒരു രാജ്യത്തിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. അറ്റ് ലാസ്റ്റ് US പറയുന്നുണ്ട് അതൊരു മിസ്റ്റേക്കിലൂടെ സംഭവിച്ച കാര്യമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇറാഖിൻ്റെ തന്നെ ഫോട്ടോഗ്രാഫർക്ക് അമേരിക്ക വിസ നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ സെനഗലിൻ്റെ താരങ്ങളെ അവർ ഒരുപാട് ക്രിമിനലുകളെ പോലെ ചോദ്യം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. എയർപോർട്ടിലേക്ക് പോലും കയറ്റാതെ അവിടെ പുറത്തു വെച്ച് തന്നെ അവർ ചോദ്യം ചെയ്യുന്ന ഒരു രംഗം പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയുടെ വിസ ലഭിക്കൽ ഓൾറെഡി ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് പുറത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് ആ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി എത്തുന്ന സാധാരണക്കാരനെ സംബന്ധിച്ച് എന്തായിരിക്കും അവസ്ഥ ഉണ്ടായിരിക്കുക? മാത്രമല്ല ഒരുപാട് ആരാധകർക്ക് പോലും വിസ ലഭിച്ചിട്ടില്ല എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഓൾറെഡി മോസ്റ്റ് ഓഫ് ദി ടിക്കറ്റ്സും ഓവർ പ്രൈസ്ഡ് ആണ്. അതിന് പുറമെയാണ് ഈ വിസ ലഭിക്കാത്തൊരു അവസ്ഥ വരുന്നത്. ടിക്കറ്റ് അത്രയും പണം മുടക്കി ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് വിസ ലഭിച്ചില്ല എന്നൊരു അവസ്ഥ ഉണ്ടായാലുള്ള ആ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കുക. ശരിയാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഈ സൊമാലിയൻ റഫറിയെ തിരിച്ചയച്ച ഒരു സന്ദർഭത്തിൽ ഫിഫ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, അമേരിക്കയുടെ ആഭ്യന്തര പ്രശ്നമായ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ അവരാണ് അതിന് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ ലോകത്തിൻ്റെ ഉത്സവമായ ലോക ഫുട്ബോൾ എല്ലാവർക്കും ഒരുപോലെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത്. ഓവർ പ്രൈസിലാണ് ടിക്കറ്റ് എല്ലാം, വിസ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ചില വ്യക്തികൾക്കാണ് വിസ ലഭിക്കാത്തത്. മാത്രമല്ല ചില ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് പ്രത്യേകിച്ച് ആ വിസയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഡിസ്ക്രിമിനേഷൻ നന്നായി ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നതാണ്. യൂറോപ്പിൽ നിന്ന് വരുന്നവരെ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇത്തരം ഒരു ന്യൂസുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഏഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നോ അതുപോലെ തന്നെ അറബ് കൺട്രീസിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്കാണ് ഈ വിസ നിഷേധിക്കുന്ന ഈ ഒരു പ്രവൃത്തി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചില ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മാത്രമാണ് അമേരിക്ക ഇത്തരമൊരു ഡിസ്ക്രിമിനേഷൻ നടത്തുന്നത്. ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ഇതിനെതിരെ ആരും പറയുന്നില്ല, ആരും ശബ്ദിക്കുന്നില്ല എന്നതാണ്. എല്ലാവരും മൗനം പാലിക്കുന്നു. ഫിഫ അടക്കം അമേരിക്ക എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ട്രംപ് പറയും, ഫിഫ അനുസരിക്കും. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ 2026 വേൾഡ് കപ്പ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ ഒരിക്കലും അങ്ങനെയല്ല. സാധാരണക്കാരൻ്റെയും പണക്കാരൻ്റെയും ഒക്കെ ഗെയിമാണ് ഫുട്ബോൾ.